മോളിൽ ഇരിക്കുമെന്ന് എനിക്ക് നീ ആവശ്യമില്ലാത്ത എന്തരടി ആ തൊഴിലുറപ്പുകാർ വനജയുടെ അടുത്തും ആ കുടുംബശ്രീ ആംബുലൻസിന്റെ അടുത്ത് പറഞ്ഞത്? നിങ്ങളുടെ നമ്മുടെ മെമ്പറെ മുണ്ടിന്റെ കാര്യം നിങ്ങളുടെ സാരിയുടെ കാര്യം ഒന്നേ ഉള്ളതേ പറഞ്ഞാൽ അതൊന്നുമില്ല. നഗ്നമായ സത്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ ഭർത്താവിന് വേറെ കര മേടിച്ചു കൊടുത്തത് അതിപ്പോ എന്തരാ ഉണ്ട്, അത് എന്തരാ ഉണ്ട്, എന്തരാ ഉണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ മുനിസിപ്പാലിറ്റിന്ന് ആള് വരണം വീട് കാണാൻ. നിങ്ങളുടെ വീട്ടിൽ ദിവസേന മെമ്പർ ഉച്ചയ്ക്ക് 2 മണിക്ക് ഇതിന് വീട് കാണാൻ. ഞാനിതൊന്ന് എന്തായാലും പിള്ളവായി കള്ളമില്ല. എന്തരാ ഇച്ചിരിയുണ്ട്, തീ ഇല്ലാതെ പുക ഉണ്ടാവത്തില്ല നിങ്ങൾ തന്നെ പറഞ്ഞത്. ഇത് അതിലെന്തരാ ഉള്ളോണ്ട് ഞാൻ പറഞ്ഞു. ഞാൻ വേറെ രണ്ട് വ്യക്തിയുടെ അടുത്തേ പറഞ്ഞോളൂ. പക്ഷേ നീ എപ്പോഴായാലും താഴെ ഇറങ്ങിയ രാജി ഇതിനൊരു പ്രതിവിധി കണ്ടല്ലാതെ ഞാൻ എല്ലാം ഞാൻ കോംപ്ലിമെന്റ് ആക്കാൻ ചേച്ചി ഒന്ന് ഇറക്കി. നിന്നെ എങ്ങനെയാ നീ എങ്ങനെ മോള് കയറി? ഞാൻ ആ ഓടി വന്ന ഫ്ലോയിലൊക്കെ അവിടെ ഇരുന്നാ മതി, അവിടെ നീ ഇരുന്നാ മതി. അവിടെ ഇരുന്ന് വിളിപ്പിക്കണം. ആ ഫയർഫോഴ്സിൽ അണ്ണനെ വിളി ചേച്ചി. അന്ന് അവിടെ മരം മുറിക്കാൻ വന്ന അണ്ണ ഉണ്ടല്ലോ, കാലത്തും മഴയത്തും ആ വെളുത്ത് അങ്ങനെ വിളിച്ച അണ്ണനെ എടുത്ത് അപ്പോഴും പറയട്ടെ. അപ്പോഴും കൗൺസിലറുടെ കാര്യം എന്താ? അപ്പോഴും ഈ വെളുത്തേണ്ട കാര്യം ഞാൻ എല്ലാവർക്കും പറയാം. ഞങ്ങൾ തീയും പുകയില്ലല്ലോ.